ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭൂപനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം 2026 പൊതുവിൽ വളരെയധികം മാറ്റങ്ങളുടെ വർഷമാണ്. അതിലൊരു കാര്യം വിശദമാക്കുകയാണ്. മാർച്ച് 13 മുതൽ ശനി മീനം രാശിയിലേക്ക് വരുന്നു. ശനിയുടെ മീനം രാശിയിലേക്കുള്ള വരവ് സ്വാഭാവികമായിട്ടും വളരെ ഭാഗ്യമുണ്ടാക്കുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ ഈ രാശിമാറ്റം 12 രാശിക്കാർക്കും വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. 12 രാശിക്കാർക്കും വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ പ്രിയതരമായിരിക്കുന്ന തരത്തിൽ അനുഗ്രഹം വന്നു വീഴുന്നത് 3 രാശിക്കാർക്ക് മാത്രമാണ് എന്ന് വിചാരിച്ച് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള പൂജകളും വഴിപാടുകളും സമൃദ്ധമായി ചെയ്യുക. തീർച്ചയായിട്ടും ഇതിൻ്റെ അനുഭവം ഈ 3 രാശിക്കാരുടെ പോലെ ലഭിച്ചില്ല എങ്കിലും നമുക്കും ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. മീനം രാശിയിൽ മാർച്ച് 13 അസ്തമയ തുല്യമായി എത്തുന്ന ശനി 3 രാശിക്കാർക്ക് ഭാഗ്യതുല്യമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങളാണ് നൽകാൻ പോകുന്നത്. മാർച്ച് 13 വെള്ളിയാഴ്ച രാത്രി 7:13 ശനി അസ്തമയ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഏപ്രിൽ 22 വരെ ഏകദേശം 40 ദിവസത്തോളമാണ് ശനി അസ്തമയ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഇത് ഗുണകരമായ പല മാറ്റങ്ങളിലേക്കും നക്ഷത്രജാതരെ കൊണ്ടെത്തിക്കും. എന്നാൽ ഇത് ഏതൊക്കെ രാശിക്കാർക്കാണ് പ്രധാനമായും വന്ന് ഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ശനിയുടെ അസ്തമയം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ വന്നു ചേരുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ രോഗ ആതുരമായിരിക്കുന്ന വ്യവസ്ഥകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആ വ്യവസ്ഥയിൽ നിന്ന് നല്ല ഒരു രക്ഷപ്പെടൽ ഉറപ്പായും ഉണ്ടാകും. കുട്ടികളുടെ കർമ്മരംഗത്തിൽ വളരെയധികം ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വളരെ മാറ്റങ്ങൾ, ഉന്നതിയിലേക്ക് എത്തുന്ന തരത്തിൽ യുവതീ യുവാക്കളും തൊഴിൽപരമായ പൂർണ്ണത തേടുന്ന അല്ലെങ്കിൽ പൂർണ്ണത നേടുന്ന ഒരു സമയമായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടു കിടക്കുന്ന യുവതീ യുവാക്കൾക്ക് നിയമനത്തിനായിട്ടുള്ള വ്യവസ്ഥകൾ വന്നു ചേരുന്ന സമയമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പായും ഉണ്ടാകും. ആരോഗ്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരിക്കുന്ന വ്യവസ്ഥകളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. വിദേശ വ്യവസ്ഥകളിലേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വഴി തുറക്കുന്ന സമയമാണ് ശനിയുടേതായ ഈ അസ്തമയ സമയം. 40 ദിവസങ്ങൾക്കുള്ളിൽ പല
വലിയ കാര്യങ്ങളും സംഭവിച്ചു മാറുക തന്നെ ചെയ്യും. അടുത്തത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് ശനിയുടേതായിരിക്കുന്ന ഈ അസ്തമയ സമയം വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടു നൽകുന്നത്. ഭാഗ്യക്കുറി പോലെയുള്ള വലിയ തുകകൾ സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യം, യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത നിറയുന്ന സമയം, വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചു പല പ്രാവശ്യം അതിന് തടസ്സമുണ്ടാവുകയും ഒരിക്കലും നടക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുന്നവർക്ക് ഈ 40 ദിവസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ, പഠന തരം തുടങ്ങിയവ വളരെ ഭാഗ്യദായകമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് പരിശ്രമ ഫലമായി തന്നെ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സഹകരണ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, പോലീസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ കർമ്മധീരതയ്ക്കും പ്രവർത്തന സമതയ്ക്കും പ്രവർത്തന സജ്ജതയ്ക്കും ഉള്ള അവാർഡുകളും അതുപോലെ തന്നെ കീർത്തിയുമൊക്കെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. അതുപോലെ സന്താന സൗഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട്. കുട്ടികളില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് സൽസന്താന ജനനത്തിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത്, മാർക്കറ്റിംഗ് രംഗത്ത്, പരസ്യ മേഖലയിൽ, അഭിനയ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ വലിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ട്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഈ രാശിക്കാർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി. മീനം രാശിക്കാർക്ക് ശനിയുടെ അസ്തമയം വളരെ ഭാഗ്യതലമാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുക, കർമ്മ മേഖലയിൽ വളരെയധികം ഭാഗ്യം വന്നു നിറയുക തുടങ്ങിയവ ഇവരുടെ ഈ സമയത്തെ പ്രത്യേകതകളായി കണക്കാക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കുകയും വ്യവസ്ഥകളൊക്കെ കടം ഒക്കെ മാറി വളരെ സന്തോഷജനകമായിരിക്കുന്ന ജീവൻ വ്യവസ്ഥയിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ഇവരിൽ ഉണ്ട്. തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. അതുപോലെ തന്നെ ശമ്പള ആനുകൂല്യങ്ങൾ വളരെ കൂടുതലായി ലഭിക്കാനുള്ള വഴിയും തുറന്നു കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ മേഖലയിൽ കോൺട്രാക്റ്റ് ബേസിലൊക്കെ ജോലി ചെയ്തു കഴിയുന്ന ആളുകൾക്ക് തൊഴിൽ സ്ഥിരതയ്ക്കുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. പല വിധത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിലുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് വിജയിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഈ നക്ഷത്ര ജാതർ എത്തിച്ചേരും. ശനിയുടെ അസ്തമയ വ്യവസ്ഥയിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹ തലത്തിലൂടെയാണ് ഇത്തരം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ബിസിനസ് സംബന്ധമായിരിക്കുന്ന എല്ലാ മേഖലകളിലും വളരെ വലിയ ഉയർച്ചയ്ക്കുള്ള സാധ്യത നിറഞ്ഞു നിൽക്കുന്നു. പുതിയ ബിസിനസ് മേഖലകൾ കണ്ടെത്തുന്നതിനും പങ്കാളിത്തപരമായിട്ട് അല്ലെങ്കിൽ കൂട്ടുചേർന്നുള്ള ബിസിനസ്സിനുള്ള വിജയവും ഉണ്ടാകുന്നു. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. തൊഴിലവസരങ്ങൾ പൂർണ്ണമായും യുവതി യുവാക്കൾക്ക് മുമ്പിൽ സൃഷ്ടിക്കും. അത് അവരുടെ തൊഴിൽ മേഖലയിലേക്കുള്ള വഴി തുറക്കുന്നതിനുള്ള ഭാഗ്യമായി മാറും. കലാ, കായിക, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് തീർച്ചയായും കീർത്തിതമായിരിക്കുന്ന ഒരു അവസരം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വന്നു ചേരും. ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ശനിയുടേതായിരിക്കുന്ന അസ്തമയം നടക്കുന്ന ഈ 40 ദിനങ്ങളിലൂടെ വളരെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും ഈ 3 രാശിക്കാർക്ക് അത്ഭുതപൂർവമായിരിക്കുന്ന പുരോഗമനം ഉണ്ടാകട്ടെ. സമൃദ്ധിയും സമ്പത്തും ആരോഗ്യപരമായ വ്യവസ്ഥിതിയും എല്ലാം നന്മയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ഇടവരട്ടെ. ദാമ്പത്യ ജീവിതത്തിനാണെങ്കിലും കുടുംബപരമായ ജീവിതത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടേതായിരിക്കുന്ന മുൻപോട്ടുള്ള പോക്കിലാണെങ്കിലും എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞ് ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പൂർണ്ണ പാത്രീഭൂതരാകുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.